ഹലോ പ്ലസ് വൺ കോമേഴ്സ് ഫാമിലി. അപ്പോൾ മിസ് എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ഈ വീഡിയോ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിതേ പെട്ടെന്നായി നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ മോഡൽ എക്സാം ഇങ്ങ് അടുത്തെത്തും. അതിനുശേഷം എന്താണ് നമ്മുടെ പബ്ലിക് എക്സാമും ഒക്കെ അടുത്തെത്താനായി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണം, ഏത് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, എസ്എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം. നമുക്കറിയാം ഏറ്റവും ടഫായിട്ടുള്ളത് നമ്മൾ പയ്യെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. ലാസ്റ്റിലേക്ക് വരുമ്പോൾ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും സിമ്പിളായിരിക്കും അല്ലേ. അപ്പോൾ മിസ് എന്ന് വന്നേക്കുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എത്രയൊക്കെ വെയിറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എത്ര മാർക്സിലാണ്? 80 മാർക്സിലാണ് അല്ലേ. നമ്മുടെ എക്കണോമിക്സ് തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട് അല്ലേ. ഇന്ത്യൻ എക്കണോമിക്സും ഉണ്ട്, ഒപ്പം തന്നെ എന്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് നമുക്കുള്ളത് അല്ലേ. മറ്റുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് അധികം ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിൽ നമുക്ക് എത്രയാണ് 40 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിലോ 40 മാർക്സിന് തന്നെയാണ് വരിക. അപ്പോൾ രണ്ടിനും എന്താ തുല്യത കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിലെ ഇന്ത്യൻ എക്കണോമിക്സിൽ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര സമയം നമ്മൾ കൂടുതൽ കൊടുക്കണം, ഏത് ചാപ്റ്റർ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നമുക്ക് മൊത്തം 9 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താ നമ്മൾ ഡിലീറ്റ് ആക്കി. എല്ലാ സ്കൂൾസിലും എല്ലാം നമ്മുടെ ഗവൺമെൻറ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ നമുക്ക് എത്രയാണ്? 9 ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിലുള്ളത്. എവിടെയാണ്? ഇന്ത്യൻ എക്കണോമിക്സിലുള്ളത്. അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കോളൂ. യെസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 3 മാർക്സിന് വരെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എത്രയാണ്? 3 മാർക്സിന് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എന്താ? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. അതാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്റർ നോക്കിയേ, ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. 1950 മുതൽ 1990 വരെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളതിൽ എന്തൊക്കെയാണ് നമ്മുടെ ലാൻഡ് റീഫോംസ്, ഗ്രീൻ റെവല്യൂഷൻ, അങ്ങനെയുള്ള ടോപ്പിക്സിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏകദേശം 4 മാർക്സിനുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ഓക്കെ, ആൻഡ് നോക്കി അടുത്ത് നോക്കി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഓക്കെ, അപ്പോൾ നോക്കി 6 മാർക്കിൻ്റെ ചാപ്റ്ററാണ്. 6 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. എൽ പി ജി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനെന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അടുത്ത് നോക്കിയേ, യെസ്, അടുത്തത് എന്താ? നമ്മുടെ പോവേർട്ടി ചാപ്റ്റർ. നമ്മുടെ എന്താ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഡിലീറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്താ നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്റർ ഉണ്ട്. കാരണം നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്താ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം ഇതിൽ നിന്നും എസ്എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു ഇറാഡിക്കേറ്റ് പോവേർട്ടി. നമ്മുടെ ഗവൺമെൻറ് പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ എന്തൊക്കെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് കൊണ്ടുവന്നത്, അതേപോലെ നമ്മുടെ ലിമിറ്റേഷൻസ്, ഈ പോവേർട്ടി ഇറാഡിക്കേഷൻ്റെ ലിമിറ്റേഷൻസ്, കോസസ് ഓഫ് പോവേർട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരു അത്യാവശ്യം ഒരു വലിയ ചാപ്റ്ററാണ് നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് നോക്കിയാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അടുത്ത് നോക്കിയാൽ റൂറൽ ഡെവലപ്മെൻറ്റ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ്, ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് അടുത്ത് നോക്കിയാൽ 7th ചാപ്റ്ററാണ് അല്ലേ, എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ചാപ്റ്ററിൻ്റെ പേര് വലുതാണെങ്കിലും നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കത്തില്ല. ഒരു 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. ആൻഡ് അടുത്ത് നോക്കി എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. യെസ്, നമ്മുടെ 8th ചാപ്റ്ററാണ്. നേരത്തെ ഇത് 9th ചാപ്റ്ററാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ 8th ചാപ്റ്റർ നമ്മൾ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, യെസ് നോക്കിയേ, വീണ്ടും നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു എസ്എ ക്വസ്റ്റ്യൻ നമുക്കിതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഏത് പാർട്ടിയിൽ നിന്നാണ്? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അടുത്ത് 8 മാർക്സിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കിയേ കമ്പാരറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ചാപ്റ്ററിൻ്റെ പേര് വലുതാണെങ്കിലും നമ്മുടെ എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് ഇത്ര ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പോലെ തന്നെ എന്താണ് വെയിറ്റേജ്
കുറവുള്ള ചാപ്റ്ററാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, കമ്പാരിസൺ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ 3rd ചാപ്റ്ററും അതേപോലെ പോവേർട്ടി നമ്മുടെ 4th ചാപ്റ്ററും ആൻഡ് എന്താണ് നമ്മുടെ 8th ചാപ്റ്റർ ഏതാണ്, എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും നമുക്ക് എന്താ എസ്സേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടെന്നല്ല മിസ് പറയുന്നത്, ഇതും നിങ്ങൾ കൂടെ പഠിക്കുക. നോക്കിയേ, ഇത്രയും നോക്കുമ്പോൾ നമുക്ക് എത്രയാണ്, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിൽ നമുക്ക് എന്താ 40 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് സെറ്റായി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജും കാര്യങ്ങളും മിസ് അടുത്തൊരു വീഡിയോയിലേക്ക് റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഏത് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കണം എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത്. ലിബറലൈസേഷന് കൊടുക്കണം അല്ലേ, LPGക്ക് കൊടുക്കണം, അതേപോലെ എന്താ പോവേർട്ടിക്ക് കൊടുക്കണം, പിന്നെ എന്താ എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക, പയ്യെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ എന്താ സമയം കൊടുക്കുക. അതിനുശേഷം എന്താ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിനും അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പിന്നെ ഇന്ത്യൻ എക്കോണമിക്കൊക്കെ നിങ്ങൾ സമയം കൊടുക്കുക. ആൻഡ് നമ്മുടെ 3 മാർക്സിൻ്റെ ചാപ്റ്റേഴ്സ് കുറവ് വെയിറ്റേജ് ആണെന്ന് കരുതി ആ 3 മാർക്സിൻ്റെ ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കുകയേ ചെയ്യരുത്. കാരണം എന്താ, നിങ്ങളുടെ ഫുൾ മാർക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ A+ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്ത കാരണം പോവാതിരിക്കരുത്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ പഠിക്കാത്ത കാരണം അത് പോവരുത്. നമ്മുടെ ആ A+ എന്ന് പറഞ്ഞ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മാർക്സ് എന്ന് പറഞ്ഞ ലക്ഷ്യം, ആ ഒരു ചാപ്റ്റർ പഠിക്കാത്ത കാരണം പോവരുത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ചാപ്റ്റേഴ്സിന് നിങ്ങൾ പഠിക്കുക, കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.